ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം, ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താനെന്നേക്കുമാ തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ച മോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ നോക്കിയിടുമ്പോൾ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്ങി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർത്തവരേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ. ആശ്വാസമേനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ദൈവത്തിന് മുമ്പാകെ എന്നെ എഴുന്നേൽപ്പിച്ചതിനാൽ ഞാൻ മുന്നമേ ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറി ക്രൂശിലെ സ്നേഹം എൻ്റെ അമ്മയെക്കാളും എൻ്റെ അപ്പനേക്കാളും എൻ്റെ സഹോദരങ്ങളെക്കാളും എൻ്റെ മക്കളെക്കാളും എന്നെ ഓമനിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തെ നാം രുചിച്ചറിയുക, ആ സ്നേഹത്തെ നാം അനുഭവിക്കുന്നവരാകുക. ഇതൊന്നും ഒരു ചില വാക്കുകളായിട്ടല്ല നാം ഓരോരുത്തരും എടുക്കേണ്ടത്. സ്നേഹത്തെ നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരും. ഏതാണ് ആ സ്നേഹം? ഈ പാപിയായ എന്നെ സ്നേഹിച്ച സ്നേഹം. പല പല ഭാരങ്ങൾ നമുക്കില്ലേ, ഉണ്ടല്ലോ. എന്തെല്ലാം വിഷമങ്ങളാണ് നമുക്കുള്ളത്, എന്തെല്ലാം ഭാരവിഷയങ്ങൾ. ആരാണ് എൻ്റെ ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം തരിക എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്നവരില്ലേ? ആ ദുഃഖത്തിൻ്റെ എല്ലാം നടുവിൽ എൻ്റെ യേശുക്രിസ്തു എൻ്റെ അടുത്തിവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ നോക്കി പാടുകയാണ്, കാൽവറി ക്രൂശിലെ സ്നേഹമേ, കാൽവറി ക്രൂശിലൂടെ എന്നെ സ്നേഹിച്ച എൻ്റെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹമേ എന്ന്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം, നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹം, ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കണം. ഈ സ്നേഹം അനുഭവിക്കാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാവരുത്. ആ സ്നേഹം പകർന്നു കൊടുക്കേണ്ടത് ഈ ഞാനാണ്. ആ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, അതറിയേണ്ടത് എന്നിൽ കൂടെയാണ്, നാം ഓരോരുത്തരിൽ കൂടെയാണ്. ആ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നവരായി ഒരു കരയുന്ന ഒരു വ്യക്തിക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ, ആരും ആയിക്കോട്ടെ, കരയുന്ന ഒരു വ്യക്തിക്ക്, വേദനപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സ്നേഹം എന്നിലൂടെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നു. ആ സ്നേഹമുള്ളവരായി, ആ സ്നേഹം അനുഭവിക്കുന്നവരായി, ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. അതിനെന്താണ് വേണ്ടത്? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ആ കാൽവറി ക്രൂശിൽ എനിക്കായി തകർക്കപ്പെട്ട യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ക്രിസ്തുവിനെ നാം ചുമക്കുന്നവരാകുമ്പോൾ നാം ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരാകും.
ഒരു ചെറിയൊരു ഭാഗം വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ചുങ്കക്കാരനായ സക്കായി, അവൻ അറിയപ്പെടുന്നത്, ആ നാട്ടിൽ അറിയപ്പെടുന്നത് ചുങ്കക്കാരൻ എന്നാണ്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും താല്പര്യമുള്ള വ്യക്തിയാണോ? അല്ല, ഒരിക്കലും ആരും സ്നേഹിക്കില്ലാത്തൊരു വ്യക്തിയാണ് ചുങ്കക്കാരൻ. അവന് ആർക്കും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവൻ്റെ ഭാര്യയും മക്കളും അവരെല്ലാവരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്, ആർക്കും വേണ്ടാത്തവർ. അവൻ ഒരുപക്ഷെ ആഗ്രഹമുണ്ടായിരുന്നിരിക്കണം, ഒന്ന് നന്നായിട്ട് ജീവിക്കണം, എനിക്ക് ഈ ഭൂമിയിൽ ഒന്ന് നല്ലവണ്ണം ജീവിക്കണം, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും ഒന്ന് തല ഉയർത്തി നടക്കണം. അവനൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. അവൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നെ കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ അപ്പൻ കാരണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കാരണമല്ലേ ഞങ്ങൾക്ക് ഈ ചീത്തപ്പേര് വന്നത്? എൻ്റെ ഭർത്താവ് ഒരു കൊള്ളരുതാത്തവനായതുകൊണ്ടല്ലേ, ഈ ചുങ്കം പിരിച്ച് മറ്റുള്ളവരെ ദ്രോഹിച്ചത് കൊണ്ടല്ലേ ഞങ്ങളുടെ വീടിന് ഈ ചീത്തപ്പേരെല്ലാം വന്നത്? അവൻ വളരെ വേദനിച്ചായിരിക്കും ജീവിച്ചത്. അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. കാരണം അതുകൊണ്ടാണല്ലോ അവൻ യേശുവിനെ ഒന്ന് കാണണമെന്ന് തോന്നിയത്. അങ്ങനെയുള്ളവർക്ക് യേശുവിനെ കാണാൻ തോന്നുകയുള്ളൂ. വേദനപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുമ്പോൾ മാത്രമേ നാം യേശുവിൻ്റെ അടുക്കെ വരികയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? നാം ഓരോരുത്തരും എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? നാം എപ്പോഴായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരാവശ്യപരം വരുമ്പോഴാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയില്ല, യേശു ഉണ്ട് വേണമെന്നൊരു ആഗ്രഹമില്ല, യേശു എൻ്റെ കൂടെ വേണമെന്നൊരു ആഗ്രഹമില്ല. എന്നാൽ ഈ സക്കായിക്ക് അങ്ങനെയായിരുന്നില്ല. സക്കായിക്ക് യേശു കൂടിയേ മതിയാവുള്ളൂ. കാരണം എന്താണെന്നറിയോ? അവൻ തകർക്കപ്പെട്ടവനാണ്, അവൻ തകർന്നവനാണ്, എല്ലാവരാലും ഒറ്റപ്പെട്ട അനുഭവമുള്ളവനാണ്. അവനെ ആർക്കും വേണ്ടായിരുന്നു, സമൂഹത്തിൽ ആർക്കും അവനെ കൈക്കൊള്ളാൻ സാധിക്കുകയില്ലായിരുന്നു. അവനൊരാഗ്രഹം, എനിക്ക് യേശുവിനെ കാണണം, ഈ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി, യേശുവിനെ എനിക്കൊന്ന് കണ്ട് അങ്ങ് പോയാൽ മതി. അവൻ എന്താ ചെയ്തതെന്നറിയോ? നമുക്കറിയാം, യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. ഈ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, യേശു സ്നേഹമാണ് എന്ന്. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയാരോ അവൻ കേട്ടിട്ടുണ്ട്. അവൻ പാപികളെ തേടിയാണ് വന്നത് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. ആർക്കും വേണ്ടാത്തവരെ ചേർത്തണയ്ക്കുന്നവനാണ് യേശുക്രിസ്തു എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അവൻ യേശുവിനെ എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. അവൻ വളരെയധികം ശ്രമിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി അവൻ വളരെയധികം ശ്രമിച്ചു, സാധിച്ചില്ല. അവൻ അങ്ങനെ കഷ്ടപ്പെട്ട്, അവൻ വളരെ പൊക്കം കുറഞ്ഞവനാണ്, അവൻ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു? അവനൊരു കാട്ടത്തിയുടെ മുകളിൽ കയറി, ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. എന്നാൽ യേശുക്രിസ്തു ആ വഴിയായി വരുന്നുണ്ടായിരുന്നു. യേശുക്രിസ്തു അവിടെ ആ അത്തിയുടെ ചുവട്ടിൽ വന്ന് നിന്നു. യേശുക്രിസ്തു മുകളിലേക്ക് നോക്കി, എന്നിട്ട് വിളിക്കുകയാണ്, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് പാർക്കേണ്ടതെന്ന്. അതൊരപ്രതീക്ഷിതമായ വാക്കായിരുന്നു. സക്കായി പ്രതീക്ഷിക്കാത്തൊരു വാക്കായിരുന്നു. സക്കായി ഹൃദയത്തിൻ്റെ ഒരു കോണിലൂടെ പോലും പോകാത്തൊരു വാക്കായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഓരോരുത്തരും ആവശ്യക്കാരായി, ആവശ്യബോധമുള്ളവരായി, എനിക്കെൻ്റെ യേശുവിനെ വേണം, എനിക്ക് ജോലി ചെയ്യാൻ എൻ്റെ യേശു വേണം, എനിക്കൊരു വർക്കൊന്ന് മര്യാദയ്ക്ക് ചെയ്തു വിടണമെങ്കിൽ എനിക്ക് യേശു വേണം, ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല, എൻ്റെ ഹെഡ്മാർക്കൊന്നും എന്നെ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ എപ്പോഴും വഴക്കാണ് കേൾക്കുന്നത്, ഞാൻ എന്ത് വർക്ക് ചെയ്തുകൊണ്ട് ചെന്നാലും അതിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, എൻ്റെ വീട്ടിൽ ചെന്നാലോ എൻ്റെ ഭർത്താവിനും എന്നെ വലിയ കാര്യമൊന്നുമില്ല, എന്നെ ആർക്കും വലിയ സ്നേഹമില്ല, എനിക്കെന്നും വിഷമങ്ങളാണ്, എനിക്കെന്നും ഭാരങ്ങളാണ്, എനിക്കൊരിറ്റ് സമാധാനം പോലും കിട്ടുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിച്ച് എനിക്കെൻ്റെ യേശുവിനെ വേണമെന്നോർത്ത് ആ സക്കായിയെ പോലെ കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ഇന്നൊരു അപ്രതീക്ഷിതമായ ഒരു കാര്യം ഇന്ന് കേൾക്കും. അത് നാം വിശ്വസിക്കണം. എന്താണെന്നറിയോ? മകനെ, മകളെ, എനിക്കിന്ന് നിന്റെ കൂടെ താമസിക്കണം എന്നുള്ള വാക്ക്. യേശു ഇന്നിവിടെ വന്ന് നിന്ന് നമ്മെ നോക്കുകയാണ്, സക്കായിയെ നോക്കിയതുപോലെ. സക്കായി അവിടെ മുകളിലിരിക്കുകയാണ്. സക്കായിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. എന്നാൽ യേശു ആ അത്തിയുടെ ചൂട്ടിൽ വന്ന് നിന്ന് സക്കായിയെ നോക്കി. യേശുക്രിസ്തു എന്നെ നോക്കുകയാണ്.
ആ യേശുക്രിസ്തു നിങ്ങൾ ഓരോരുത്തരെയും നോക്കിയാണ്. യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹമുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? യേശുക്രിസ്തുവിനെ ഒന്ന് കാണണം, എനിക്കൊരിറ്റ് സമാധാനം വേണം. എന്നാൽ യേശു പറയുകയാണ്, അപ്രതീക്ഷിതമായ ഒരു വാക്ക്, നാം പ്രതീക്ഷിക്കാത്തൊരു വാക്ക്, നാം നമ്മുടെ മനസ്സിലൂടെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വാക്ക്. എന്താണ്? മകനെ, എനിക്ക് ഇന്ന് നിന്നെ വന്ന് കണ്ടുപോയാൽ പോരാ, എനിക്കിന്ന് നിൻ്റെ കൂടെ നിൻ്റെ ഭവനത്തിലേക്ക് വരണം, എനിക്കിന്ന് നിൻ്റെ കൂടെ നീ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്കൊന്ന് വരണം. കാരണം എന്താണെന്നറിയോ? നീ തകരുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കണ്ണുനീര് ഒലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നിനക്ക് ആരോടും പറയാൻ പറ്റില്ലായിരിക്കും, നിന്റെ ഹെഡിനോട് പറയാൻ പറ്റുന്നില്ല. നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ വിഷമങ്ങളൊക്കെ ഞാൻ ആരോടാണെന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആരോടാണെന്ന് ഷെയർ ചെയ്യുന്നത്, ആരും എൻ്റെ വാക്ക് കേൾക്കുവാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായൊരു വാക്ക് ഇന്ന് നമ്മുടെ ചെവിയിൽ വന്ന് മുഴങ്ങുകയാണ്. സക്കായിയെ, വേഗം ഇറങ്ങി വാ, എൻ്റെ മകനെ, നീ വേഗം ഒന്ന് ഇറങ്ങി വാ. നീ ആ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ആ നിരാശയുടെ ആ ഒരു കൊടുമുടിയിലാണ് നീ ഇരിക്കുന്നത്, ആ പാപത്തിൻ്റെ കൊടുമുടിയിലാണ് നീ ഇരിക്കുന്നത്. എനിക്കൊരിക്കലും ഈ പാപത്തിൽ നിന്ന് ജയം കിട്ടുകയില്ല എന്ന് ചിന്തിച്ചാണ് നീ ഇരിക്കുന്നത്. നീ അവിടെ നിന്ന് താഴത്തേക്കൊന്ന് ഇറങ്ങി വാ. നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്ത്, നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി നീ എൻ്റെ അടുക്കിലേക്കൊന്ന് വാ. എനിക്കിന്ന് നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ താഴ്മയുള്ളവരുടെ കൂടെയാണ് ഞാൻ പോവുക, ഞാൻ പാപബോധമുള്ളവരുടെ കൂടെയാണ് പോവുക, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പതിയെ പതിയെ സാവധാനം മന്ദമായി ഇന്ന് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സക്കായി ഇറങ്ങി വന്നു. സക്കായി യേശുവിനെ കണ്ടു. യേശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ സക്കായിക്ക് ഒരു പാപബോധം വരികയാണ്. അതാണ് നാം വചനശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ഇറങ്ങി വരുന്ന ആ സാഹചര്യത്തിൽ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് പാപബോധമാണ്. നമുക്ക് പല പല ഭാരവിഷയങ്ങളുണ്ടാകും, എന്നാൽ ഒരു പാപബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നിടത്തെല്ലാം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്ന്. നാം ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഒരു പാപബോധമാണ്. സക്കായിക്ക് അവിടെ വന്നത് എന്താണെന്നറിയോ? സക്കായി യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ സക്കായിക്ക് അപ്പോൾ തന്നെ കർത്താവ് സക്കായിയോട് പറഞ്ഞു, നീ കുറേ പാപം ചെയ്തിട്ടുണ്ട്, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ തിരുത്തണം, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ തിരുത്തിയാലേ സാധിക്കുകയുള്ളൂ. യേശു സക്കായിയോട് അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ തേജസ് അവൻ കണ്ടപ്പോൾ അവൻ ഹൃദയത്തിലേക്ക് പാപബോധം. അവൻ പറയുകയാണ്, എന്താണ്? കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, തീർച്ചയായിട്ടും വരണം. എന്നാൽ എൻ്റെ വീട് അതിന് യോഗ്യതയുള്ളതല്ല, ഞാനൊരു പാപിയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഇനിയും തിരുത്തേണ്ട പല കാര്യങ്ങളുമുണ്ട്. കർത്താവേ, എനിക്ക് അർഹതപ്പെടാത്ത പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് സമാധാനം വേണം, എനിക്ക് യേശുവിനെ വേണം. എന്നാൽ കർത്താവേ, ഇന്നത്തെ സാഹചര്യത്തിൽ നീ വരുന്നതിന് മുമ്പ്, നീ അങ്ങോട്ട് കടന്ന് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ്, കർത്താവേ, ഞാനൊരു പാപിയാണ്. നീ എനിക്ക് അതിനാദ്യം ഒരു പരിഹാരം വരുത്തി തരണം. എൻ്റെ പാപത്തിൻ്റെ ആ കടച്ചീട്ട് നീ ഒന്ന് കീറിത്തരണം. സക്കായി അപ്പോൾ തന്നെ പറയുകയാണ്, കർത്താവേ, ഞാൻ ചെയ്ത ചില തെറ്റുകളുണ്ട്, ഞാൻ അതെല്ലാം തിരുത്തുവാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയണം, കർത്താവേ, എനിക്ക് പല പല ആവശ്യങ്ങളുണ്ട്, എനിക്ക് രോഗത്തിന്മേലുള്ള സൗഖ്യം ആവശ്യമാണ്, ഞാൻ ഇന്ന് ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങളുടെ മേൽ എനിക്കിന്നൊരു ജയം ആവശ്യമാണ്. എന്നാൽ അതിനെല്ലാം മുമ്പ് കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ വരുത്തുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാപ്പ് പറയുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചിലരെ വേദനിപ്പിച്ച കാര്യങ്ങൾ, കർത്താവേ, ഞാനത് തിരുത്തുവാൻ തയ്യാറാണ്. കർത്താവേ, ഞാൻ അർഹതപ്പെടാത്ത ചില കാര്യങ്ങൾ സമ്പാദിച്ചത് ഞാൻ തിരുത്തുവാൻ തയ്യാറാണ്. കർത്താവേ, ഞാൻ ഇതുവരെ ജീവിച്ച ചില ജീവിത സാഹചര്യങ്ങളുണ്ട്, ഞാൻ ഒരിക്കലും ദൈവവചന പ്രകാരമല്ല ജീവിച്ചത്, ഞാൻ ദൈവവചനത്തിനെതിരായിട്ടാണ് ജീവിച്ചത്, അതെല്ലാം തിരുത്തുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒരു തിരുത്തലിന് ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു സമർപ്പണം, ആ ഒരു ഏറ്റുപറച്ചിൽ, അതാണ് കർത്താവിന് വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഞാൻ തിരുത്തുവാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നു പോയിട്ടുള്ള വചനപ്രകാരമല്ലാതെ എൻ്റെ ജീവിതത്തിൽ വന്ന സകല തെറ്റുകളും, കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ ഞാൻ ജീവിച്ചത്, കർത്താവെ, ഞാനത് തിരുത്തുവാൻ തയ്യാറാണ് എന്നുള്ള സമർപ്പണം, അത് നാം എപ്പോഴാണ് വരുന്നത്? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോഴാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു സമർപ്പണം വരണം. കർത്താവെ, ഞാൻ തിരുത്തുവാൻ തയ്യാറാണ്. നാം പലപ്പോഴും ഈ വചനങ്ങളെല്ലാം കേട്ടിട്ടുള്ളതല്ലേ, നാം പലപ്പോഴും സമർപ്പണങ്ങൾ എടുത്തിട്ടുള്ളവരാണ്. എന്നാൽ നാം പലപ്പോഴും വീണുപോകുന്നവരുമാണ്. അതെന്തുകൊണ്ടാണ് വീണു പോകുന്നത്? നമുക്ക് വിശ്വാസമില്ല. നാം ആരോടാണ് സമർപ്പണം പറഞ്ഞത് എന്നോ, നാം ആരോടാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞത് എന്നോ, നാം യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ച് ഏറ്റു പറയാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും വീണു പോകുന്നത്. നമ്മെ കോരിയെടുക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം,
നാം ഒരിക്കലായി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നാം സമർപ്പണങ്ങൾ പറഞ്ഞവരാണെങ്കിൽ നമ്മെ കോരിയെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. നാം വീഴുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്. ഇവിടെ സക്കായി അത് ഏറ്റു പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന്. നമ്മുടെ സമർപ്പണങ്ങളെ ഏറ്റുപറയുമ്പോൾ 32-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അവൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ലംഘനങ്ങളെ ഏറ്റു പറയുമെന്ന്, ഞാൻ ഇന്ന കാര്യങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞ ആ നിമിഷം അവൻ്റെ വീട്ടിന് രക്ഷ വന്നു, അവൻ്റെ വീടിന് രക്ഷ വന്നു. രക്ഷയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് അവനോട് പറഞ്ഞില്ല, സക്കായി നീ ഏറ്റു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. അവിടെ നല്ല നീരോട്ടമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. അവിടെ നീ ഒന്ന് പോയി സ്നാനപ്പെടുന്നത് നല്ലതാണ്. നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിന്നെ അവിടെ ഒന്ന് സ്നാനപ്പെടുത്താം. അല്ല, നീ കുറച്ച് നാൾ വചനം കേൾക്കണം, നീ ഇന്ന കാര്യങ്ങളൊക്കെ തിരുത്തി എങ്കിൽ നിനക്ക് രക്ഷ വന്നു, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നീ ഇന്ന പള്ളിയിൽ പോയി നീ ഒരു കാര്യം ചെയ്യണം, ഇത്ര പെരുന്നാളുകൾ ഏറ്റു കഴിക്കണം. നീ അല്ലെങ്കിൽ ഇന്നൊരു പള്ളിയിൽ പോയി നീ ആ പള്ളിക്ക് ചുറ്റും ഒന്ന് മുട്ടുകുത്തി ഒരു 10 റൗണ്ട് ഒന്ന് നടക്കണം. ഞാൻ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ നീ ഇന്ന മലയിലേക്ക് പോയി അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ ആ പ്രാർത്ഥിക്കുന്ന വിശുദ്ധനോടൊന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഇത്ര രൂപ വഴിപാടിട്ട് കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും രക്ഷ കിട്ടും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അല്ല പ്രിയമുള്ളവരെ, രക്ഷ എന്നുള്ളത് കർത്താവിൻ്റെ ദാനമാണ്. അതിനൊരു പ്രവൃത്തിയും വേണ്ട. നാം പാടുന്നുണ്ടല്ലോ, ഒരു ക്രിയകളും ചെയ്യണ്ട, ഒരു പ്രവൃത്തിയും നാം ചെയ്യണ്ട, ഒന്നും നാം ചെയ്യണ്ട. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാണ്. കർത്താവേ, ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്. കർത്താവേ, ഞാൻ യഥാർത്ഥമായി വിശ്വസിക്കുകയാണ് എൻ്റെ രക്ഷകനായ യേശുവാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന്. നീ എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവസാനതുള്ളി രക്തം ഊറ്റി തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റമൊന്ന് ക്ഷമിച്ചു തരണമേ എന്ന് വിശ്വാസത്തോടെ, കർത്താവിൻ്റെ തിരുരക്തത്തിലുള്ള വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന ആ നിമിഷം, അതേ സമയം, ആ പറഞ്ഞു തീരുന്ന ആ നിമിഷം നമുക്ക് രക്ഷദാനമായി തരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് നാം പറയുന്നത് എൻ്റെ യേശു സ്നേഹമാണ് എന്ന്. ഗോഡ് ഈസ് ലവ് എന്ന്. അതിന് ഡെഫിനിഷൻ ഇല്ല, അതിന് അതിർവരമ്പുകളില്ല, അതിനാരെങ്കിലും ഒരു അതിര് കൊണ്ടൊന്നും വെച്ചിട്ടില്ല. അതിന് അതിരില്ലാത്തതാണ്, അത് അളവില്ലാത്തതാണ്. ആ സ്നേഹം നമുക്ക് ആർക്കും അളന്നു നോക്കുവാൻ സാധിക്കില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഒരു കണ്ടീഷനുമില്ലാത്ത സ്നേഹം. നീ ഇന്ന് പാപിയാണ് എന്ന് ഏറ്റു പറയുന്ന സമയത്ത്, കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ ഇന്നത് തിരുത്തുവാൻ എനിക്ക് മനസ്സാണ് കർത്താവേ, നീ നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകിത്തരണമേ എന്ന് പറയുന്ന ആ നിമിഷത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെ നാം ഇന്ന് അനുഭവിക്കുക. ആ രക്ഷ നാം ഇന്ന് സ്വന്തമായി സ്വീകരിക്കുക. ആ രക്ഷകനായ യേശു ക്രിസ്തുവാണ് ഇന്നോട് വന്നിരിക്കുന്നത്. അത് രക്ഷ തരുവാനാണ് വന്നിരിക്കുന്നത്. നിന്റെ പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപക്കെട്ടുകളിൽ നിന്ന് നമ്മളെ പൊട്ടിച്ച് രക്ഷപ്പെടുത്തുവാൻ. നമ്മെ ബന്ധിച്ചിരിക്കുന്ന സാത്താന്റെ ശക്തികളുണ്ട്, പിശാചിന്റെ ശക്തികളുണ്ട്, കോപത്തിന്റെ ആത്മാവുണ്ട്, അശുദ്ധിയുടെ ആത്മാവുണ്ട്, വൈരാഗ്യത്തിൻ്റെ ആത്മാവുണ്ട്, ഈർഷ്യയുടെ ആത്മാവുണ്ട്. എത്രയെത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകാത്ത ചില ദുഷ്ട സ്വഭാവങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ ആത്മാവുണ്ട്, വ്യഭിചാര ചിന്തയുടെ, അങ്ങനെയുള്ള പല ആത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൽ ബന്ധനമായി കിടക്കുകയാണ്. എന്നാൽ ഈ ബന്ധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ, കർത്താവേ, ഈ ബന്ധനത്താൽ, പൈശാചിക ബന്ധനത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനായി, ഞാൻ വലഞ്ഞവനായി, ഞാൻ വലഞ്ഞവളായി നിന്റെ സന്നിധിയിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഇമ്പസ്വരം നാം കേൾക്കുകയാണ്. നീയും അബ്രഹാമിൻ്റെ മകളാകയാൽ, നീയും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നുവെന്ന്, നിനക്ക് രക്ഷ ദാനമായി ഞാൻ തന്നുവെന്ന്, എൻ്റെ തിരുരക്തത്താലുള്ള രക്ഷ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും കാണാറുണ്ട്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമെല്ലാം വായിച്ചപ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അനേകം കോടാനുകോടി പുരുഷാരം ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഒരു സദസ്സ്, സ്വർഗീയ സദസ്സാണ്, അതി തേജസ്സേറിയ സദസ്സാണ്.
ഞാൻ കാണാറുണ്ട്. കർത്താവ് എനിക്ക് കൃപയാൽ അങ്ങനെ കാണുവാനൊരു ഭാഗ്യം തരുന്നുണ്ട് ഇപ്പോൾ. കാരണം എനിക്ക് വിശുദ്ധിയോടുള്ള ആഗ്രഹം. ഞാൻ തികഞ്ഞവനായതുകൊണ്ടല്ല, ഞാൻ എല്ലാം തികഞ്ഞവിടെ നിൽക്കുകയല്ല പ്രിയമുള്ളവരെ. എൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ ഞാനൊരു കാഴ്ച കാണാറുണ്ട്, നിങ്ങളും കാണണം. എന്താണെന്നറിയോ? ഒരു കോടാനുകോടി പുരുഷാരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പുരുഷാരങ്ങളെല്ലാം കയ്യിൽ കുരുത്തോലകൾ ഏന്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ കാണുകയാണ്. ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ മനുഷ്യൻ ആ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യോഗ്യത ഉണ്ടായിട്ടല്ല, ആ ചെറിയ മനുഷ്യനെ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണത് കാണുന്നത്. ആ ചെറിയ മനുഷ്യൻ എന്നെ ആ കുരുത്തോലയേന്തുന്ന സമൂഹത്തിൽ കൊണ്ടുപോയി നിർത്തുമെന്ന്, ആ സ്വർഗീയ തേജസ്സിൽ എന്നെ കൊണ്ടുപോയി നിർത്തുമെന്ന്. അവിടെ ആ ചെറിയ മനുഷ്യൻ ആ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ആ ചെറിയ മനുഷ്യൻ അത്യുച്ചത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവിടെ പറയുന്നുണ്ട് 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് ഞാനും പാടുവത്. എന്നെ രക്ഷിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് രക്ഷദാനമായി തന്നു. എൻ്റെ കഴിവ് നോക്കിയിട്ടല്ല, ഞാൻ ചെയ്ത പ്രവൃത്തികൾ നോക്കിയിട്ടല്ല, ഞാൻ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല. എന്നോട് കൃപ തോന്നി എനിക്ക് രക്ഷദാനമായി തന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അത് പാടേണ്ടതാണ്. കയ്യിൽ കുരുത്തോലകളേന്തി. ഇന്ന് നമ്മുടെ കയ്യിൽ, പലരുടെയും കയ്യിൽ പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നാൽ നാം എല്ലാവരും കുരുത്തോല പിടിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ്. ആ കുരുത്തോല പിടിച്ചുകൊണ്ട് നാം ഉറക്കെ പറയും: എന്നെ രക്ഷിച്ച സ്നേഹമേ, എന്നെ ദാനമായി രക്ഷിച്ച സ്നേഹമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമേ, എൻ്റെ യോഗ്യത നോക്കാതെ, എൻ്റെ കഴിവ് നോക്കാതെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നോക്കാതെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ചിന്തിച്ചാൽ എന്നെ ആരും കൈക്കൊള്ളുകയില്ല. ഞാൻ അത്ര വൃത്തികെട്ടവനായ ഒരു പാപിയാണ്. എന്നാൽ ഈ വൃത്തികെട്ടവനായ എന്നെയും സ്നേഹിച്ച് എനിക്കും രക്ഷ തന്ന, കുഞ്ഞാടിൻ്റെ തിരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകിത്തന്ന എൻ്റെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന്, യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാനും പറയും: രക്ഷ എന്നു ദാനമാണ് എന്ന്, എന്നെ രക്ഷിച്ചു എന്ന്. പ്രിയ ദൈവമക്കളെ, രക്ഷ ഏന്തുന്നവരായി, രക്ഷയുടെ കുരുത്തോലകൾ ഏന്തുന്നവരായി, സ്നേഹത്തിൻ്റെ കുരുത്തോലകൾ ഏന്തുന്നവരായി നാം ഓരോരുത്തരും മാറണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണം. നാം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട്, നാം അല്പസമയം ധ്യാനിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവനായ ക്രിസ്തുവിനെ. നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് ആ സക്കായിയുടെ മുമ്പിൽ വന്ന് നിന്നതുപോലെ, സക്കായിയുടെ കൂടെ നടന്നതുപോലെ, സക്കായിയെ നോക്കിയതുപോലെ, നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാം ഇവിടെ വന്ന് നമ്മുടെ ജോലിയുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന ആ സമയത്ത് നമ്മെ നോക്കി ക്രിസ്തു വന്നിട്ടുണ്ടായിരുന്നു. യേശു ക്രിസ്തു നമ്മെ നോക്കി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ നിമിഷം വരെയും നാം പാട്ടുപാടി തുടങ്ങിയപ്പോൾ മുതൽ യേശുവാണ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. യേശു നമ്മുടെ കൂടെ നിന്ന് ചോദിക്കുന്നു: ഇന്ന് നിനക്ക് എന്തെങ്കിലും തിരുത്തുവാനുണ്ടോ? ഇന്ന് നിനക്ക് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര പറയുവാനുണ്ടോ? നീ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ തളർന്നവനായാണോ വന്നിരിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഇന്ന കാര്യം തിരുത്തേണ്ടതുണ്ടല്ലോ, ഇന്ന കാര്യത്തിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കേണ്ടതുണ്ടല്ലോ, ഇന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറയേണ്ടതുണ്ടല്ലോ, ഇന്ന ബന്ധനത്തിൽ ഞാൻ ഇന്നും അടിമയാണല്ലോ, യൂട്യൂബിലൂടെ കാണുന്ന ചില അശുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ അടിമയാണല്ലോ, ഞാൻ ഇന്ന് ടി വിയിൽ കാണുന്ന ചില കാര്യങ്ങളിൽ ഞാൻ അടിമയാണല്ലോ, ഞാൻ ചില പ്രേമ ബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ ചില അശുദ്ധമായ കാര്യങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നും കോപത്തിന് അടിമയാണല്ലോ, ഞാൻ ഇന്നും പലരോടും കോപിച്ചലർന്ന ഒരു വ്യക്തിയാണല്ലോ, ഞാൻ ഇന്നും പല കാര്യങ്ങളിൽ ബന്ധനമായി കിടക്കുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു അതാണ് നമ്മോട് ചോദിക്കുന്നത്: മകനെ, മകളെ, നിനക്ക് എന്തെങ്കിലും തിരുത്തുവാനുണ്ടോ? എനിക്ക് ഒരാഗ്രഹമുണ്ട്. പ്രിയ മകനെ, പ്രിയ മകളെ, എനിക്കൊരാഗ്രഹമുണ്ട്. നിന്റെ കയ്യിൽ എനിക്കൊരു കുരുത്തോല തരുവാനുണ്ട്. അന്ന് സ്വർഗസിംഹാസനത്തിൽ അനേകം കോടാനുകോടി പുരുഷാരത്തിന്റെ നടുവിൽ നിന്നെ കൊണ്ടുപോയി നിർത്തി ആ കുരുത്തോലകൾ നിനക്ക് തരുവാനാണ് ഞാൻ ഇവിടെ നിന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് തടസ്സമായി ചില പാപങ്ങൾ നിനക്കുണ്ട്. എന്നാൽ നീ തളരണ്ട. നീ എത്ര കഠോരമായ പാപം ചെയ്തവനാണെങ്കിലും, എത്ര ആരും ക്ഷമിക്കാൻ വയ്യാത്ത പാപങ്ങൾ ചെയ്തു കൂട്ടിയവളാണെങ്കിലും, ഇന്ന് രക്ഷയുടെ ദിവസമാണ്, ഇന്ന് കൃപയുടെ ദിവസമാണ്, ഇത് രക്ഷാ ദിവസമാണ്. രക്ഷാദാനം തരുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ ഒരു വാക്കൊന്ന് ഏറ്റുപറയാമോ? കർത്താവേ, ഞാൻ ചെയ്തു പോയി, ഞാൻ ചില പാപ സ്വഭാവങ്ങളും ഞാൻ വെച്ച് പുലർത്തിപ്പോയി കർത്താവേ. എന്നാൽ ഈ നല്ലൊരു ദിവസത്തിൽ ഞാൻ ആ സകല പാപങ്ങളോടും യാത്ര പറയുകയാണ്. പിശാചിനോട് ഞാൻ യാത്ര പറയുകയാണ്. ഞാൻ ചെയ്തു തീർക്കേണ്ടത്, ഞാൻ
ജീവിതത്തിൽ ചെയ്യരുതാത്തത് ചെയ്തത് കർത്താവെ ഞാനിത് ഇന്നെല്ലാം തിരുത്തിക്കൊള്ളാം. കർത്താവെ അദാനമായ രക്ഷ ഇന്ന് എനിക്കും എൻ്റെ വീട്ടിനും ഒന്ന് പകർന്നു തരണമേ. നിന്റെ തിരുരക്തത്താലുള്ള രക്ഷ, നീ തിരുരക്തത്താലാണല്ലോ എന്നെ വീണ്ടെടുത്തത്. ആ തിരുരക്തത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവെ നിന്നെ എൻ്റെ നാഥനായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഞാൻ മനസ്സോടെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ഞാൻ മനസ്സോടെ എൻ്റെ ആവശ്യക്കാരനായി, ഞാൻ ആ പാപബോധത്തോടെ കർത്താവെ ഞാനിതാ നിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. രക്ഷകനായ യേശുവേ, ആ ആണിപ്പാടുള്ള കാൽപാദം വെച്ച് നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. എനിക്ക് ആ കുരുത്തോല പിടിക്കുവാനുള്ള യോഗ്യത തരണമേ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് തരണമേ. കർത്താവെ ഞാനൊന്ന് വിശ്വസിക്കുന്നു, നീ സ്നേഹമാണ് എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്. എൻ്റെ അപ്പനേക്കാളും എൻ്റെ അമ്മയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ആരെക്കാളും നിനക്കെന്നോട് സ്നേഹമാണ് എന്ന്. ഞാനും നിന്നെ സ്നേഹിക്കുകയാണ് കർത്താവെ. ഞാൻ ഇന്നു മുതൽ നിന്നെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. നീ എനിക്ക് ആ കുരുത്തോല പിടിക്കുവാനുള്ള യോഗ്യത തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല പാപവും നീ കഴുകി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇനി കർത്താവെ ഒരറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പാപം വരാതെ ഞാൻ ജീവിക്കും കർത്താവെ. അതിന് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സമർപ്പണങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം ഓരോ സാഹചര്യത്തിലും നമ്മെ തന്നെ അവൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. നീ ഞങ്ങളുടെ അപ്പനായി ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. നീ ഞങ്ങളുടെ യജമാനനായി ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. നീ ഞങ്ങളെ നയിക്കുമെന്നുള്ളതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ തകർന്നു പോകേണ്ടവരായിരുന്നു, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾ പലരും വാടിപ്പോകുന്നവരാണ്, ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ അറിയില്ല. എന്നാൽ ഞങ്ങൾക്ക് ഒരുറപ്പുണ്ട്, ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ച യേശുക്രിസ്തു ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന്. ഞങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം കുറ്റം പറഞ്ഞാലും, ആരെല്ലാം തകർക്കുവാൻ നോക്കിയാലും കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നീ ഞങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. ഞങ്ങളൊരു പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കില്ല കർത്താവേ. ഞങ്ങളൊരു അശുദ്ധി ചെയ്ത് നിന്നെ വേദനിപ്പിക്കില്ല കർത്താവേ. ഞങ്ങളത് ഞങ്ങളുടെ സമർപ്പണം പുതുക്കുകയാണ്. നീ അത് ഏറ്റെടുക്കണമേ. ഞങ്ങൾ നീ കരുതണമേ. ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. രോഗികളുണ്ട് കർത്താവേ, ഞങ്ങൾ അനേകം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇന്ന് വേദനയിൽ വലയുന്നുണ്ട്. നീ ആശ്വാസപ്രദനായി, സമാധാനം കൊടുക്കുന്നവനായി കർത്താവെ നീ അവരോടും കൂടിയിരിക്കണമേ. ഇന്ന് അനേകർക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല. അനേകർ ഇന്നും വീടുകളിൽ ഇരിക്കുന്നു, സൂമിലൂടെ കേൾക്കുന്നു. അവരുടെ ഇടയിലേക്ക് നീ അടുത്ത് ചെന്നതിനാൽ സ്തോത്രം. അവരെ നീ സമാധാനിപ്പിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. സകല യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ.